മസ്റ്റായിട്ട് നിർത്തേണ്ട ഒരു സാധനമുണ്ട്, ചോറ്. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം, ഇഷ്ടമുള്ള അത്രയും കഴിക്കാതിരുന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് നെയ്യാണ്. മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ 1 സ്പൂൺ കുതിർത്തെടുത്ത ചിയ സീഡ്. ആദ്യത്തെ ദിവസം നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം. ഞാൻ ഫുള്ളായിട്ട് ആപ്പിളാ കഴിച്ചത്. നിങ്ങൾ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും 200 കാലറി കുറച്ച് ഒരാഴ്ച എല്ലാ ദിവസവും കഴിക്കാം. ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് വീഡിയോ ആണ് ഡയറ്റിനെ കുറിച്ച് പുറത്തിറങ്ങുന്നത്. ഇത് കഴിക്കാൻ പാടില്ല, അതേ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. സോ നമ്മൾ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ്റെ പുറത്താണ് ഇപ്പോൾ നിൽക്കുന്നതല്ലേ. ഇനി ആ കൺഫ്യൂഷൻ വേണ്ട. ഞാൻ ഈ പറയുന്ന 4 സിമ്പിൾ സ്റ്റെപ്പുകൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. ഒന്നാമതായി ലിക്വിഡ് കാലറീസ് നമ്മളുടെ ഡയറ്റിൽ കുറയ്ക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഫ്രൂട്ട് ജ്യൂസസ്, അതുപോലെ ടാങ്ക്. കാരണം ലിക്വിഡ് കാലറീസിൽ 90% ഷുഗറാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് ഈ 1 ഗ്ലാസ് ജ്യൂസ് കുടിക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. പക്ഷേ ഇതേ സെയിം കാലറി ഉള്ള ഫ്രൂട്ട്സ് എനിക്ക് കഴിക്കുക എന്ന് പറയുന്നത് ശകലം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമതായി ഇടയ്ക്കിടയ്ക്കുള്ള സ്നാക്കിങ്സ് നിങ്ങൾ ഒഴിവാക്കുക. ഇതിൻ്റെ ഒന്നും സൈസ് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇതിൻ്റെ സൈസ് കുറവാണെങ്കിലും ഇത് ഹൈ കാലറിയാണ്. സോ ഇടയ്ക്കിടയ്ക്കുള്ള സ്നാക്കിംഗ് ഒഴിവാക്കിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു 3 മീൽസ് എങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. മൂന്നാമതായി വെജിറ്റബിൾ സലാഡ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. എസ്പെഷ്യലി കാലറി കുറഞ്ഞ കുക്കുംബർ, ക്യാരറ്റ്, ടൊമാറ്റോസ്. ബിക്കോസ് ഇതിൻ്റെ വോളിയം വളരെ വലുതാണ്, അതുപോലെ തന്നെ ഇതിൽ കാലറി കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വയർ എപ്പോഴും ഫില്ലായിട്ടിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അവസാനമായി ചില ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഡിന്നറിൽ അവർ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാറുള്ളൂ. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് ആണെങ്കിലും ഇതിൽ 95% കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ്. ബാലൻസ്ഡ് ആയിട്ടുള്ള മീലാണ് ഡിന്നറിൽ എപ്പോഴും നല്ലത്.